മോർണിംഗ്. താങ്ക് യു ഫെമിന. വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഇന്ന് രാവിലെ 6:30 മണി എന്ന സമയമുണ്ടെങ്കിൽ അത് എല്ലാ തിരക്കുകളും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തന്നെ നോക്കാൻ, ഏഹ്, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കാൻ നമുക്കൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. സിജി മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നിർമ്മിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത് വ്യക്തിയാണ്. വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ട്രാൻസ്ഫോർമേഷനാണ് കുടുംബത്തിലൂടെയും പതുക്കെ അത് സമൂഹത്തിലേക്കും പടരേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ പ്രഭാതത്തിൽ കുറച്ച് നല്ല വർത്തമാനങ്ങൾ കേട്ട് നമ്മുടെ തിരക്കുകളിലേക്ക് ഊളിയിടുക എന്നുള്ളത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ കുറച്ച് ആളുകൾക്ക് അത് നടപ്പിലാക്കാൻ പറ്റാറുള്ളൂ. ഓക്കെ, നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ ഫെമിനെ കണക്ട് ചെയ്തപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും പിന്നെ രണ്ടോ മൂന്നോ മുന്തിരി എടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നവർ കയ്യിൽ അതുണ്ടെങ്കിൽ എടുത്ത് വെക്കുക. രണ്ട് രണ്ട് മുന്തിരി നമുക്ക് ആവശ്യമുള്ളൂ. പറ്റുമെങ്കിൽ ഒരു കപ്പ് വെള്ളം അടുത്തെടുത്ത് വെക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ വിവിധ വശങ്ങൾ പല സെഷനുകളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം അത് എത്തിച്ചേരുന്ന ഒരിടം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൻ്റെ സ്വസ്ഥതയും മനസ്സിൻ്റെ പലതരത്തിലുള്ള വ്യാപാരങ്ങളിലുമായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റേഷനായിട്ട് ചിലപ്പം വരാം, അത് ഉറപ്പുണ്ട് എനിക്ക്. എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിങ്ങനെ പറയാനും കേൾക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ എടുത്തു വെച്ച മുന്തിരി ഒന്നെടുക്കുക. ഒന്നെടുത്തിട്ട് ഒരു മിനിറ്റ് നേരം അതിനെ ഒന്ന് നിരീക്ഷിക്കാൻ പറ്റുമോ നോക്കുക. കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ വായിലിട്ടേക്ക് ഇട്ടരുത്. കാരണം ഈ മുന്തിരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത് ഇത് എടുത്തിട്ട് വായിലിടലാണ്. ചിലപ്പോൾ നെയ്ച്ചോറൊക്കെ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്ത് ഇത് മാത്രം അന്വേഷിച്ച് പോകുന്ന ഒരു റിസർച്ച് മൈൻഡ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുതുണ്ട്, അവന് എപ്പോഴും ഇങ്ങനത്തെ ഭക്ഷണം വിളമ്പി വെച്ചാൽ അവർ ഈ സാധനം ഉണ്ടെന്ന് ആദ്യം നോക്കുക. അപ്പോൾ നമ്മളുടെയൊക്കെ മെൽമറിയിൽ ഇങ്ങനെ ഉണ്ടാവും ഇത് എടുത്തിട്ട് വായിലിടുന്നൊരു സാധനം. അപ്പോൾ തൽക്കാലം നമ്മളുടെ അകത്തുള്ള ആ കുട്ടിയെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് ശ്രദ്ധയോടെ, നമുക്ക് പറ്റുന്നത്ര ശ്രദ്ധയോടെ ഒന്ന് നിരീക്ഷിക്കാൻ പറ്റുമോ നോക്കുക. ഒരു മിനിറ്റ് സമയം ഒന്ന്. ഇതിൻ്റെ വ്യത്യസ്ത ഏരിയ, വ്യത്യസ്തമായ ചുളിവുകൾ, ഇതിൻ്റെ വലിപ്പം, നിറം, അതിൻ്റെ ഭാരം ഫീൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മളുടെ കൈയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊട്ടും ഭാരമില്ലാത്ത പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇതിന് അതിൻ്റെ ഒരു ഭാരമുണ്ട്. അത് കയ്യിലിരിക്കെ തന്നെ പതുക്കെ ഒന്ന് അതിനെ മെല്ലെ ഒന്ന് ഈ കൈയൊന്ന് ചുരുട്ടിപ്പിടിച്ച് പതുക്കെ ഒന്ന് കണ്ണടച്ച് ആ മുന്തിരിയെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി പതുക്കെ കണ്ണടച്ചുകൊണ്ട് തന്നെ ആ മുന്തിരി മെല്ലെ നമ്മുടെ വായിലേക്ക് മെല്ലെ പതുക്കെ പതുക്കെ ഒന്ന് വെച്ച് നോക്കുക. നാവിൻ്റെ തുമ്പത്തേക്ക് ഒന്ന് വെച്ച് നോക്കുക. ആദ്യത്തെ കടി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒന്ന് കടിച്ചു നോക്കുക. ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പതുക്കെ കണ്ണടച്ചുകൊണ്ട് തന്നെ മുന്തിരിയെ ഫീൽ ചെയ്തുകൊണ്ട് അതിൻ്റെ കടിക്കുമ്പോഴുള്ള ശബ്ദം കഴിയുന്നത്ര ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ മെല്ലെ മെല്ലെ വായിലിട്ട് കടിക്കുക. അതിൽ നിന്ന് വരുന്ന ടേസ്റ്റിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക.
അറിഞ്ഞുകൊണ്ട് സാവധാനത്തിൽ ആ മുന്തിരി മെല്ലെ മെല്ലെ അതിൻ്റെ അവസാനത്തെ ആ, രുചിയും അറിഞ്ഞുകൊണ്ട് ഇത് കഴിക്കുക. ഓക്കെ. ഇതിലെന്തെങ്കിലും ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ആദ്യമായിട്ടല്ല മുന്തിരി കഴിക്കുന്നുണ്ടാവുക, ഇതിനു മുമ്പ് പലവട്ടം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്ര അറിഞ്ഞുകൊണ്ട്, ഇത്ര ശ്രദ്ധിച്ചുകൊണ്ട്, മനസ്സ് കൊടുത്തുകൊണ്ട് മുന്തിരി ഒരു പക്ഷേ നമ്മളിങ്ങനെ നോക്കിയിട്ടോ കണ്ടിട്ടോ ടച്ച് ചെയ്തിട്ടോ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഒരിക്കൽ ബുദ്ധനും ആനന്ദനും, ശിഷ്യനാണ് ആനന്ദൻ, കാട്ടിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ നടന്ന് നടന്ന് ക്ഷീണിച്ച് അവർ ഒരു പാർക്കെട്ടിനടുത്തെത്തി ഇങ്ങനെ റെസ്റ്റ് എടുക്കാനിരിക്കുമ്പോൾ ആനന്ദൻ ഗുരുവിനോട് പറയുന്നുണ്ട്, ഗുരു വല്ലാതെ മടുത്തു പോകുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മനസ്സിൽ, എന്താന്ന് മനസ്സിലാവുന്നില്ല, ഭയങ്കര ഭാരം തോന്നുന്നു ജീവിതം, ചിന്തകളൊന്നും ഇങ്ങോട്ട് കയ്യിൽ കിട്ടുന്നില്ല, വിചാരിച്ച കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് നടക്കുന്നത് പോലെ തോന്നില്ല, ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത കുറച്ച് ദിവസമായിട്ടുണ്ട് ഇങ്ങനെ പിടികൂടുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം അനന്തൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് ബുദ്ധൻ തോൾ സഞ്ചിയിൽ നിന്ന് ഭിക്ഷാപാത്രം എടുത്ത് ആനന്ദന് കൊടുക്കുന്നുണ്ട്. കാടാണ്, ചുറ്റും മരങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ആനന്ദനോട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കുറച്ച് മുമ്പ് ഒരു മല കയറി ഇറങ്ങിയപ്പോൾ നമ്മൾ അരുവിയിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു അരുവി ചവിട്ടി മെതിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മൾ തിരിച്ചു പോയിട്ട് ആ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം ഈ പാത്രത്തിൽ വെള്ളം എടുത്ത് വരണം, എനിക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്, എന്നിട്ട് ചൂണ്ടിക്കാണിക്കുക, നോക്ക് അപ്പുറത്ത് കുറച്ചപ്പുറത്ത് വേറൊരു അരുവി പോകുന്നുണ്ട്, ഞാൻ അവിടുന്ന് വെള്ളം എടുത്താൽ മതിയോ? ഇല്ല, എനിക്ക് ആ അരുവി തന്നെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ. തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ആ അരുവിൻ്റെ അടുത്തെത്തുമ്പോൾ അതൊരു മലഞ്ചെരുവായതുകൊണ്ട് പല മൃഗങ്ങളും അതിനുശേഷവും അവർ ഇറങ്ങിയ അരുവിയിലൂടെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അരുവി ആകെ കലങ്ങി കിടക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് വിഷമം വന്നു, കുറച്ച് ദേഷ്യം വന്നു. എന്തിനാണ് ഇപ്പം ഈ അരുവിയിൽ തന്നെ വെള്ളം എടുക്കാൻ പറയണത്, ആകെ കലങ്ങി മറിഞ്ഞ വെള്ളമാണല്ലോ. അപ്പം ഈ വിവരം പറയാൻ വേണ്ടി വീണ്ടും ബുദ്ധൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗുരുവായി, അരുവി ആകെ കലങ്ങി കിടക്കുകയാണ്, ആ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ അപ്പുറത്ത് നല്ല അരുവി ഉണ്ടല്ലോ അവിടുന്ന് വെള്ളം എടുത്ത് വരാം. ആ ബുദ്ധമനെ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കത് വേണം, എനിക്ക് ആ അരുവിയിലെ വെള്ളം തന്നെ മതി. അപ്പോൾ അത് തെളിയുന്നത് വരെ നിങ്ങൾ ഒന്ന് അതിൻ്റെ അടുത്ത് പോയിരുന്ന് തെളിഞ്ഞിട്ട് വെള്ളം എടുത്ത് വന്നാൽ മതി. ഗുരു പറഞ്ഞാണല്ലോ, കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും തിരിച്ചു നടന്ന് ആ അരുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ വഴിയൊന്നുമില്ല, ഈ വെള്ളമായിട്ട് വന്നാൽ മതിയാണല്ലോ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ അരുവിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ കലങ്ങി മറിഞ്ഞ വെള്ളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടുപോകുന്ന ഇലകളൊക്കെ പതുക്കെ പതുക്കെ മെല്ലെ 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 വെള്ളത്തിലേക്ക് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് വരുന്നു. പൊടിപടലങ്ങൾ ചേറൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വരുമ്പോൾ വെള്ളത്തിൻ്റെ മുകൾ ഭാഗം ആദ്യം ഇങ്ങനെ ശാന്തമായി വരുന്നു. മെല്ലെ മെല്ലെ തെളിഞ്ഞ് 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 ഏറെക്കുറെ ശാന്തമാകുമ്പോൾ അരുവിയിലേക്ക് നോക്കുമ്പോൾ അവസാനം തൻ്റെ മുഖം തന്നെയാണ് അരുവിയിൽ കാണുന്നത്. വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ് ആനന്ദൻ. ആനന്ദൻ തിരിച്ചു വന്നിട്ട്, അപ്പോൾ ഉറപ്പാണ്, ബുദ്ധന് ഉറപ്പാണ് അദ്ദേഹം എന്തായിരിക്കുമെന്ന് പറയാന്നുള്ളത്. ഒന്നും പറയണ്ടായില്ല, അവർ രണ്ടു നേരം നേരം ഇങ്ങനെ സമാധാനത്തോടെ നോക്കിയിരുന്നു എന്നാ പറഞ്ഞു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തേടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തേടി പോകുന്ന അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ തേടി പോകണം, ചിലത് നമ്മളെ തേടി വരും. ഈ തേടിപ്പോകുന്നതും തേടി വരുന്നതും തമ്മിലുള്ള അനുഭവങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അതിനെ മൊത്തത്തിൽ ലൈഫ് അല്ലെങ്കിൽ ജീവിതം എന്നൊക്കെ വിളിക്കാറ്.
ഇതിലെ ഏറ്റവും വലിയ ആനന്ദം അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ എത്ര കണ്ട് നമുക്ക് അറിഞ്ഞുകൊണ്ട് ഈ അനുഭവങ്ങളെ സ്വീകരിക്കാനും എടുക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കുന്നത് കുറച്ചും കൂടെ ബോധപൂർവമായ പ്രവൃത്തിയായിരിക്കും. ഈ കാണുന്നതിൽ നിന്ന് എത്ര കണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഗുരുവും അധ്യാപകനും എന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ്, അറിഞ്ഞതിൽ നിന്ന് പഠിപ്പിക്കുന്ന ആളാണ് അധ്യാപകൻ. അറിയലിൽ നിന്ന് അധ്യാപനം നടത്തുന്ന ആളാണ്, അറിയലിൽ നിന്ന് പഠിപ്പിക്കുന്ന ആളാണ് ഗുരു. അറിഞ്ഞതിൽ നിന്ന്, ഓൾറെഡി അറിഞ്ഞ കാര്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ. അറിയലിൽ നിന്ന്, ഈ അറിയുക എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. അത് ഓരോ നിമിഷവും തുടർന്നു കൊണ്ടേയിരിക്കുന്ന കാര്യം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മധുസൂദൻ പാടുന്നുണ്ടല്ലോ, പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾ, എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. ഈ അറിയലിൽ നിന്നാണ് നമ്മളുടെ നമ്മളിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് തന്നെയുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. കടമ്മനിട്ട് അത് വേറെ സ്ഥലത്ത് പാടുന്നുണ്ട്. കോഴിക്കുഞ്ഞിനോടുള്ള ഉപദേശത്തിൽ തള്ളക്കോഴി പറയുന്ന 4 വരികളുണ്ടല്ലോ. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. വിദ്യാഭ്യാസ പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അറിയൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ച എന്നുള്ളത്. സിജി പോലെയുള്ള സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷനിലാണ്. ഉപരിപ്ലവമായ ബഹളങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ആൾക്കൂട്ടങ്ങളിലോ നമുക്ക് ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ പറ്റില്ല. അറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നത് നമുക്ക് എത്ര കണ്ട് നമ്മളുടെ മനസ്സിൻ്റെ കൂടെ വലിയ അസ്വസ്ഥതകളില്ലാതെ, വലിയ ബഹളങ്ങളില്ലാതെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളിടത്താണ്. മനുഷ്യൻ്റെ ഫോക്കസും അറ്റൻഷനും കോൺസെൻട്രേഷനും അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും 2 കെമിക്കലുകളാണ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. ഒന്ന് ഡോപ്പമിനാണ്, മറ്റൊന്ന് സെറോട്ടോണിനാണ്. നമ്മളെയൊക്കെ ജീവിതത്തിൻ്റെ ഈ ഓട്ടപ്പാച്ചിൽ പലപ്പോഴും ഈ കെമിക്കലുകളുടെ ഇംബാലൻസ് വരും. ഈ ഇംബാലൻസ് നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇംബാലൻസ് ആയിട്ട് മാറും. അത് നമ്മളുടെ ചിന്തകളിലാവാം, ജോലിയിലാവാം, ബന്ധങ്ങളിലാവാം, ഇടപാടുകളിലാവാം, എന്തും ആവാം. ഈ ഇംബാലൻസാണ് ശരിക്കും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. എല്ലാ ചോദ്യങ്ങളിലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്നാണ് പറയുക. പുറത്തുനിന്ന് ഉത്തരം വരില്ല, ഉത്തരം അതിൻ്റെ അകത്ത് തന്നെയാണ് ഉണ്ടാവുക. റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന ഒരു വലിയ മഹദിയെക്കുറിച്ചൊരു കഥ പറയാറുണ്ട്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വിളക്കുകാലിൻ്റെ അടുത്തിരുന്നിട്ട് അല്ലെങ്കിൽ തെരുവിളക്കിൻ്റെ അടുത്ത് എന്തോ തിരയുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ പോയത്. അപ്പോൾ സൂചി പോയി എന്ന് പറയുന്നുണ്ട്, തുന്നുന്ന സൂചി പോയി. അപ്പോൾ ആളുകളൊക്കെ തിരയാൻ കൂടുന്നുണ്ട്. കുറേ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല സൂചി ഇവിടെ തന്നെയാണ് പോയത്. അപ്പോൾ അദ്ദേഹം മറ്റേ വ്യക്തി പറയുന്നുണ്ട് ഇല്ല ഇവിടെയല്ല പോയത്, സൂചി പോയത് കുറച്ചപ്പുറത്താണ്, പക്ഷെ അവിടെ വെളിച്ചമല്ല, വെളിച്ചമുള്ളത് ഇവിടെയാണല്ലോ. ആ ഒരു ചെറിയൊരു കഥയിലൂടെ വലിയ ഒരു ജീവിത രഹസ്യം അവരിങ്ങനെ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയാണ്. നമ്മളെ മനസ്സിൻ്റെ പ്രസൻസ് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാവുക എന്നുള്ളൊരു സംഗതിയുണ്ട്. എവിടെയാണോ ഉള്ളത് അവിടെ ആവുക. ഇപ്പം നമ്മളൊക്കെ ക്ലാസ്സിലാണ്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത അവസ്ഥകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കുറച്ചു നേരം പരസ്പരം കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് കഴിയുന്നത്ര അതിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്കിരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത് പണിയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ഒരുപാട് കൂടും. ക്വാളിറ്റിയിൽ നിന്ന് വിട്ട് ക്വാണ്ടിറ്റി കൂട്ടാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും നമ്മളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ക്വാളിറ്റി ഉണ്ടാവുമ്പോഴാണ് ക്വാണ്ടിറ്റിക്ക് അർത്ഥം ഉണ്ടാവുന്നത്. ക്വാണ്ടിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഉപരിപ്ലവമായ ഒരു സംഗതി മാത്രമാണ്.
ക്വാളിറ്റി ഉണ്ടാവുമ്പോഴാണ് മീനിങ് ഉണ്ടാവുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രാർത്ഥനാ വാക്യം അത് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പടർന്നു കിടക്കുന്ന ഒരു സംഘടനയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടിയിട്ട് വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ പരസ്പരം ഉള്ള വിശ്വാസത്തിലും ഉറപ്പിലും രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആൽക്കഹോളിക് അനോണിമസ്. നമ്മളൊക്കെ നാടുകളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ നാട് അരീക്കോടാണ്. അരീക്കോട് അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്ഷണപ്രകാരം ഞാൻ അവരുടെ ഒരു മീറ്റിങ്ങിലേക്ക് പോയി. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ അവർ ഇവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ട് മീറ്റിംഗ് കൂടാറുണ്ട്. അവരും അവരുടെ പങ്കാളി ഭാര്യയും ഉണ്ടാവും കൂടെ. അപ്പോൾ കൂടെ ഇരുന്നിട്ട് അവർ മദ്യപാനത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലുണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഭാര്യയെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയും. അപ്പോൾ ആ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. ഈ പ്രാർത്ഥനയുടെ പേര് സെറിനിറ്റി പ്രയർ എന്നാണ്. സെറിനിറ്റി പ്രയർ. ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ മുന്നിൽ എഴുതി വെച്ചതും ഈ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്ന പ്രാർത്ഥന തന്നെയായിരിക്കും. ദൈവമേ, ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള പ്രശാന്തമായ മനസ്സും മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനുള്ള ധൈര്യവും ഇവ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമെന്നാണ്. എഴുതി നോക്കുകയാണെങ്കിൽ ഒരു 3 വരിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിതത്തിലെ ഒട്ടുമിക്ക അസ്വസ്ഥതകളുടെയും ഉത്തരം അതിൻ്റെ അകത്തുണ്ട്. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ പിറകെ പോയിട്ടായിരിക്കും മിക്കവാറും മനുഷ്യരുടെ ജീവിതം തേഞ്ഞു തേഞ്ഞു പോകുന്നുണ്ടാവുക. അതേസമയം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ തിരിച്ചറിയാതെ പോവുകയും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളുടെ പിറകിൽ ഊർജവും സമയവും കൊടുത്ത് ജീവിതത്തിൻ്റെ അസന്തുഷ്ടി നിറഞ്ഞ അവസാനത്തിലേക്ക് എത്തുകയും ചെയ്യും. എറിക് എറിക്സൺ എന്നുള്ള വളരെ പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അവതരിപ്പിച്ച ഡെവലപ്മെന്റൽ സൈക്കോളജിയിലെ വളർച്ചാ മനഃശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട തിയറി അവതരിപ്പിച്ച ആളാണ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ടാവാം. അതിൽ മനുഷ്യ ജീവിത ഘട്ടങ്ങളുടെ ഏറ്റവും അവസാനം പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. വിസ്ഡം വേഴ്സസ് ഡെസ്പയർ എന്നാണ് അതിൻ്റെ അവസാനത്തെ സ്റ്റേജ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. 1.5 വയസ്സിൻ്റെ ഉള്ളിൽ തുടങ്ങുന്ന ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ അമ്മ നൽകുന്ന അനുഭവത്തിലൂടെ ലഭിക്കുന്ന ട്രസ്റ്റ്, വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, ഇത് രണ്ടും സംഭവിക്കാം. അതിലൂടെ തുടങ്ങിയൊരു ജീവിതം ഒരുപാട് ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്ത് അവസാനം എത്തുന്നുണ്ടാവുക 2 അവസ്ഥകളിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 സാധ്യതകളാണ്. ഒന്നുകിൽ ഈ ജീവിതം മുതലായി, എൻ്റെ സമയം മുതലായി, എൻ്റെ റിസോഴ്സുകൾ എനിക്ക് മുതലായി, എൻ്റെ ബന്ധങ്ങൾ എനിക്ക് മുതലായി, മാത്രമല്ല എനിക്ക് ഒരുപാട് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ കണ്ണടക്കാൻ പറ്റുന്ന മനുഷ്യർ, അതാണ് വിസ്ഡം എന്നുള്ളത്. മടിയിലിരിക്കുന്ന പേരക്കുട്ടികൾക്ക് തൻ്റെ ജീവിതത്തിലെ കടന്നു പോകുന്ന ഘട്ടങ്ങളിലെ ധന്യമാക്കിയ മുഹൂർത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മനുഷ്യർ, സ്റ്റോറികൾ ബാക്കിയാക്കുന്ന മനുഷ്യരാണ്. കഥകൾ, നല്ല കഥകൾ ബാക്കിയാക്കി പോകുന്ന മനുഷ്യർ. ആ അവസ്ഥയാണ് വിസ്ഡം എന്നുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവർക്കും വിസ്ഡത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സംഭവിക്കാവുന്ന ഒന്നാണ് ഡെസ്പയർ. നിരാശയോടെ ഭൂമി വിട്ടുപോകുന്ന മനുഷ്യർ. പലതിനെക്കുറിച്ചുള്ള നിരാശയാവും, പലതിനെക്കുറിച്ചുള്ള നിരാശ ഉണ്ടാവും. ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത പോയതിന്, അല്ലെങ്കിൽ അകപ്പെട്ടു പോയ ബന്ധങ്ങൾ നൽകിയ മുറിവുകളെ കുറിച്ചുള്ള നിരാശയാവും, എന്തുവാവും. ഈ വിഷ്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം വെക്കേണ്ടത്. അതിനെ സഹായിക്കുക എന്നുള്ളതാണ് ലോകത്ത് മനുഷ്യരുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളുടെയും ലക്ഷ്യം. അത് സംഘടനകളാവാം, സംവിധാനങ്ങളാവാം, എന്തുമാവാം. ചാരിതാർത്ഥ്യത്തോടെ അർത്ഥവത്തായിട്ട് ഈ ജീവിതത്തെ ഈ ഭൂമിക്ക് തിരിച്ചു കൊടുത്ത് പോവുക, ഈ ശരീരത്തെ തിരിച്ചു കൊടുത്ത് പോവുക എന്നുള്ളതാണ് വിസ്ഡം എന്നുള്ളൊരു സ്റ്റേജ് എന്നുള്ളത്. ബന്ധങ്ങളെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ലോകത്ത് നടത്തിയ ഒരുപാട് പഠനങ്ങളൊക്കെ പറയുന്നത് മരിക്കാൻ സമയത്ത്, മരണത്തിൻ്റെ തൊട്ട് മുമ്പ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദന എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ചെയ്തു പോയ അബദ്ധങ്ങളെക്കുറിച്ചായിരിക്കും അത്രേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനപ്പെടുക. ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. ചെയ്തു പോയ അബദ്ധങ്ങളെക്കുറിച്ചല്ല കൂടുതൽ വേദന ഉണ്ടാവുക.
മറിച്ച് കയ്യിൽ വന്നിട്ടും അല്ലെങ്കിൽ അവസരം ലഭിച്ചിട്ടും ചെയ്യാതെ പോയ നന്മകൾ, സുഹൃതങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അത്രയും മനുഷ്യൻ തൻ്റെ അവസാനത്തെ ശ്വാസം എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ പല സ്പീഡിൽ, പല എനർജിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ സ്പീഡ് വ്യത്യാസമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഏത് സ്പീഡിൽ പോകുന്നു എന്നുള്ളതൊന്നും പ്രശ്നമില്ല. നമ്മൾ എത്ര അറിഞ്ഞുകൊണ്ട് പ്രസൻസ് ഓഫ് മൈൻഡിൽ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ടാഗോർ പറഞ്ഞൊരു വാക്കുണ്ട്, വഴിയെക്കുറിച്ച്, സഞ്ചരിക്കുന്ന വഴിയെക്കുറിച്ച് മുയലിനേക്കാൾ കൂടുതൽ പറയാനുണ്ടാവുക ആമക്കായിരിക്കും. ആമയും മുയലും ഓട്ട മത്സരം നടത്തിയ കഥ നമ്മുടെ മനസ്സിലുണ്ട്. ആമ ഫോക്കസ് ചെയ്ത്, മുയലിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക ലക്ഷ്യത്തിലേക്കാണ്. ആമയ്ക്ക് എനിക്ക് തോന്നുന്നത് ആമ അത്ര സ്ലോ ആവാൻ കാരണം ആമന്റെ മനസ്സിൽ അത്ര വലിയ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ പോകുന്ന വഴിയെ നന്നായിട്ട് അറിഞ്ഞിട്ടായിരിക്കും ആമ പോയിട്ടുണ്ടാവും. മനുഷ്യന് ജീവിതത്തിൽ വേണ്ടത് ലക്ഷ്യമല്ല ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഗോൾ സെറ്റിങ്ങിൻ്റെ ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്. ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണെങ്കിൽ ലക്ഷ്യം, ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഈ ലക്ഷ്യത്തിലേക്ക് മനുഷ്യരെത്തുക എന്നുള്ളത് ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് എത്തൂല. പകരം ലക്ഷ്യത്തിലേക്ക് ഉള്ള ദൂരം കുറക്കണമെങ്കിൽ മനുഷ്യനെടുക്കുന്ന മൈൻഡ്ഫുള്ളായ കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളിലൂടെയാണ് എത്തിച്ചേരുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ആറ്റോമിക് ഹാബിറ്റ്സ് ആണ്. ഈ ആറ്റോമിക് ഹാബിറ്റ്സിൽ അതിൻ്റെ ഓഥർ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്: ലക്ഷ്യമല്ല പ്രധാനം, മറിച്ച് ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഹാബിറ്റുകളാണ്. നമ്മളൊക്കെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ പരീക്ഷ എടുക്കാൻ പോവാണ്. പലതരത്തിലുള്ള പരീക്ഷകൾ കുട്ടികൾ അടുത്തൊരു 4-5 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്യും. അവിടെയൊക്കെ ടാർഗറ്റ് അല്ല കുട്ടികളെ കൊണ്ട് നമ്മൾ ലക്ഷ്യം വെപ്പിക്കുന്നത്. പറിച്ച് ആ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന ശീലങ്ങൾ എത്ര മൈൻഡ്ഫുൾ ആയിട്ട്, എത്ര പ്രസൻസ് ഓഫ് മൈൻഡിലൂടെ ചെയ്യാൻ കഴിയുന്നുണ്ടോ. ശരിക്കും ആലോചിച്ച് അത്ര തന്നെ ഉള്ളൂ. കാരണം ലക്ഷ്യം എന്നുള്ളത് എപ്പോഴും മനുഷ്യന് മാറിക്കൊണ്ടിരിക്കും. ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ മനുഷ്യന് ലഭിക്കാവുന്നത് വിരസതയായിരിക്കും. അപ്പോൾ ജീവിതം എന്നുള്ളത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ്. ഹിമാലയത്തിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ മേഖലയിലേക്ക് സൈക്കിൾ എടുത്തിട്ട് അല്ലെങ്കിൽ നടന്നു പോകുന്ന മനുഷ്യരോട് എന്തിനാ അങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ ഒരു പറയുന്നൊരു ഉത്തരം എന്തായിരിക്കും? ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്, ഒരനുഭവം, ഒരനുഭവത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഊട്ടിയിലേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ബൈക്ക് എടുത്ത് ചില ചങ്ങാതിമാർ പോകും, അല്ലെങ്കിൽ വയനാട് ചുരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് വ്യൂ പോയിന്റിൽ പോയിട്ടിരിക്കും. എന്തിനാ വെച്ചാൽ അവിടെ പോയിട്ട് ഒരു കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ. മാസം 2-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളമായിട്ട് ബാറിന്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ എന്തിനാ അങ്ങനെ ക്യൂ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ജീവിതത്തിലെ ജീവിതം മൊത്തം അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെ എത്ര അറിഞ്ഞുകൊണ്ട്, എത്ര മനസാന്നിധ്യത്തോടെ, മനോനിർവൃതിയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2-3 കെമിക്കലുകൾ പറഞ്ഞിരുന്നു: ഡോപ്പമിൻ, സെറോട്ടോണിൻ. മനുഷ്യർ ഒന്നുകിൽ പാസ്റ്റിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ വ്യാകുലപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലുള്ള ഈ കെമിക്കലുകളിൽ ഇംബാലൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ ആദിപ്പെട്ട്, വല്ലാതെ ആദി പൂണ്ട് അതിൻ്റെ വേദനകളെ നേരത്തെ തന്നെ സൃഷ്ടിച്ച് വീണ്ടും ഇപ്പോഴുള്ള അവസ്ഥയെ നശിപ്പിക്കും. അപ്പോഴും ശരീരത്തിൽ ഈ കെമിക്കൽ ഇംബാലൻസ് വരും. ഒരു പുഴ മുറിച്ച് കടന്നിട്ട് യാത്ര തുടരുന്ന ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരുടെ ഒരു കഥയുണ്ട്. അവരിങ്ങനെ പുഴവക്കത്തെത്തുമ്പോൾ ആ പുഴയുടെ അടുത്ത്, കടവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ ബോധരഹിതയായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യന്മാർ ഗുരുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത് പോയി നോക്കുമ്പോൾ ആള് മരിച്ചിട്ടില്ല, അടുത്തൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ ഗുരു ആ സ്ത്രീയെ എടുത്ത് തോളിലിടുന്നുണ്ട്. തോളിലിട്ടിട്ട് പതുക്കെ
അവർക്ക് മുറിച്ചു കിടക്കുന്ന അത്ര ആഴവും വെള്ളമേ പുഴയിലുള്ളൂ. അവരെല്ലാവരും പുഴ മുറിച്ചു കടക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ അടുത്ത് കണ്ടൊരു സത്രത്തിൽ, ഒരു ഹോസ്പിറ്റലിൽ ആ സ്ത്രീയെ എത്തിച്ചു കൊടുക്കുന്നു. അവർ വീണ്ടും യാത്ര തുടരുന്നു. അന്ന് വൈകുന്നേരം ആശ്രമത്തിൽ തിരിച്ചെത്തി. അന്നത്തെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ശിഷ്യന്മാർക്കിടയിൽ മുറുമുറുപ്പുണ്ട്. അപ്പൊ എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഗുരു ചർച്ച നിർത്തിയിട്ട് ചോദിക്കണം, എന്താണ് നിങ്ങളെ പ്രശ്നം? അപ്പൊ ആരൊന്നും പറയുന്നില്ല. വീണ്ടും നിർബന്ധിച്ചാണ്, അല്ല ഗുരു, നമ്മളിന്ന് രാവിലെ എങ്ങനെ യാത്ര പോരുമ്പോ, അതെ യാത്ര പോരുമ്പോ, അല്ല നമ്മൾ പുഴവക്കത്തെത്തിയില്ലേ, അതെ പുഴവക്കത്തെത്തി. അപ്പോ പുഴവക്കത്തെത്തിയപ്പോ നമ്മളൊരു സുന്ദരിയായ സ്ത്രീ കിടക്കുന്ന കണ്ടില്ലേ, കണ്ടു. എന്നിട്ട് ഗുരു അതിനെടുത്തിട്ട്, അവളെ എടുത്തിട്ട് തോളിലിട്ടില്ലേ, അതേ തോളിലിട്ടു. അത് പറഞ്ഞിട്ട് അത് നിർത്തുകയാണ്. അവ ഗുരുവിന് കാര്യം മനസ്സിലായി. ഗുരു പതുക്കെ പറഞ്ഞാണ്, ശരിയാണ്, നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു സുന്ദരിയായ, അതിസുന്ദരിയായ സ്ത്രീ കടവിൽ കിടക്കുന്ന നമ്മൾ കണ്ടു. ബോധരഹിതയായിരുന്നു. ഞാൻ അതിനടുത്ത് തോളിലിട്ടു. നമ്മളെല്ലാവരും ഒരുമിച്ച് പുഴ മുറിച്ചു കടന്നു. ഏറ്റവും അടുത്ത് കണ്ട സത്രത്തിൽ നമ്മളതിനെ, അവളെ ഏൽപ്പിച്ചു, അല്ലേ? ഞാൻ ആ സമയം അവളെ ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോഴും അവളെ തോളിലിട്ട് നടക്കുകയാണോന്നാണ് ഗുരു ചോദിക്കുന്നത്. പലപ്പോഴും മനുഷ്യന് പാസ്റ്റിലുണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെയാണ്. അതിൻ്റെ വേദനകൾ, അതിൻ്റെ ആകുലതകളിൽ നിന്ന് പുറത്തു വരാതെ കയ്യിലുള്ള ഈ സമയവും നഷ്ടപ്പെടുത്തി, കയ്യിലുള്ള സമയം നഷ്ടപ്പെടുത്തുന്നതോടെ ഭാവി നഷ്ടപ്പെടും. ഭാവി നഷ്ടപ്പെടും. മനസാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്ക് ജീവിതം നഷ്ടപ്പെടുന്നുണ്ടാവും. ജീവിതത്തിൽ എന്തു നഷ്ടപ്പെടാം. പണം നഷ്ടപ്പെടാം, പദവി നഷ്ടപ്പെടാം, ബന്ധങ്ങൾ നഷ്ടപ്പെടാം. അതൊന്നും നഷ്ടപ്പെട്ടാലും ജീവിതം നഷ്ടപ്പെടില്ല. ജീവിതം നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ്. കയ്യിൽ നിന്ന് പോവാന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ വർത്തമാനകാലത്തെ അനുഭവത്തിൽ നിന്നായിരിക്കില്ല ഉണ്ടാവും. പലപ്പോഴും ക്ലിനിക്കിൽ കൗൺസിലിംഗ് വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ അനുഭവങ്ങളാണോ നിങ്ങൾക്ക് പ്രാർത്ഥന സാറേ അതല്ല പ്രശ്നം. അവർ പറയാ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ആ ബന്ധം തകർന്നതാണ്, അല്ലെങ്കിൽ മൂപ്പൻ എന്നോട് അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അതായിരിക്കൂല പ്രശ്നം. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും പ്രശ്നം. അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും പ്രശ്നം. ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളല്ല ശരിക്കും നമ്മുടെ പ്രശ്നം ഉണ്ടാവുക. അതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ചിന്തകളും ഓർമ്മകളായിരിക്കും നമ്മളെ മനസ്സിനെ പുറകോട്ട് കൊണ്ടുപോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നമ്മളെ തോണിയെ കൊണ്ടുപോയി ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിരുന്നു. അതിൽ നിന്ന് എത്ര കണ്ട് നമുക്ക് അതിനെക്കുറിച്ച് എത്ര കണ്ട് തിരിച്ചറിയാൻ കഴിയുന്നുവോ, എത്ര കണ്ട് നമ്മളെ തന്നെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അത്തരം കെട്ടുപാടുകളെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതായിരിക്കും ജീവിതം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുക. ഇനി കയ്യിലുള്ള ഗ്ലാസ്സിലെ വെള്ളം എ- അറിഞ്ഞുകൊണ്ട് കുടിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ചു നോക്കുക. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യാനും അറിയാനും അനുഭവിക്കാനും കഴിയട്ടെ എന്ന് എല്ലാവർക്കും വിഷ് ചെയ്ത്, ഇത്ര സമയം കേട്ടതിന്, കൂടെ ഉണ്ടായതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.